ചേട്ടാ ഇതാര്? അയ്യോ പൊന്നപ്പച്ചി വയ്യ. വിളിച്ച് പറഞ്ഞിട്ട് നീ വരണ്ടേ? അപ്പൊ ഞാൻ പറഞ്ഞ ആരും അറിഞ്ഞില്ലേ? നീ ശിവനോട് പറഞ്ഞായിരുന്നോ? ഓ എന്നോട് അവൻ പറഞ്ഞൊന്നുമില്ല. ആ കൊള്ളാം. എന്റെ പൊന്നപ്പച്ചി എനിക്ക് വയ്യ, എന്തൊരു ചൂടാണ് പുറത്ത്. എനിക്ക് നീ അകത്തോട്ട് വാ, ഞാൻ വല്ലതും കുടിക്കാൻ എടുക്കാം. അങ്ങനെ വല്ലതും കുടിക്കാൻ എടുത്താ പോരാ, നല്ല കനത്തിൽ തന്നെ എടുക്കാം, നല്ല ക്വാണ്ടിറ്റി വേണം. അങ്ങനെയാണല്ലേ ഞാൻ ഇവിടുത്തെ ടാപ്പ് നിനക്ക് തുറന്നു തരട്ടെ. അതാകുമ്പോ ഇഷ്ടംപോലെ വെള്ളം നിനക്ക് കുടിക്കാമല്ലോ. ആവശ്യം കഴിഞ്ഞ് നീ ഓഫ് ചെയ്താൽ മതി. കൊള്ളാം. തമാശയ്ക്ക് ഒരു മാറ്റമില്ല, പഴയ നിലവാരം തന്നെ. ബോഡി ആടുന്നു. ബാ അകത്തോട്ട് വാ. ആ കാർഡ്ബോർഡ് ബോക്സിനകത്ത് എന്താടി? അയ്യോ അത് ഞാൻ മറന്നു. അതെ, എന്റെ ഒരേ ഒരു നാത്തൂന്റെ വയറ് കാണാനേ അമ്മ തന്നു വിട്ട. അതിന് നിന്റെ അമ്മ ലണ്ടനിൽ പോയിരിക്കല്ലേ, പിന്നെ ആരാ ഇതെല്ലാം ഉണ്ടാക്കി? എന്റെ പൊന്നപ്പച്ചി അത് ഞാൻ അകത്തോട്ട് കയറിയിട്ട് പറഞ്ഞാൽ മതി. അതല്ലേ നിന്നോട് അകത്തോട്ട് വരാൻ പറഞ്ഞേ. വാ ഇതെല്ലാം എടുത്തോണ്ടോ. അയ്യോ അപ്പച്ചി എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താടി? എനിക്ക് ഇനി ഇത് ചുമക്കാൻ വയ്യ. പിന്നെ ഞാൻ ചുമക്കണോ? അങ്ങനെയല്ല, പിള്ളേരെ വിളിച്ചാൽ മതി. ശംഭു, ആമി, ശംഭുവേ. ഇതാരിത്? വണ്ണേന്റെ ഉള്ളിൽ കാത്തു ചേച്ചിയാ? നീ ഇതെല്ലാം ഒന്ന് എടുത്ത് അകത്ത് വെക്കേ. കാത്തു ഞാൻ നിനക്ക് എല്ലാം കുടിക്കാൻ എടുക്കാം. നാരങ്ങാവെള്ളം മതിയോ? മതി. എട്. ഇതാ പിന്നെ ചേച്ചി ചേച്ചി ഫാഷൻ ഡിസൈനിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും പഴയ ഫാഷൻ തന്നെയല്ലേ ഇപ്പോഴും? നിന്നെ വിളിച്ചതേ ഇതെടുക്കാനാണ്, എന്നെ എടുക്കാനല്ല. ഇത് ഭയങ്കര കനമുണ്ടല്ലോ, നല്ല മണമുണ്ട്. കൂതി വിടാതെ ഇറക്കാം. നട അങ്ങോട്ട്. ചേച്ചി ചേച്ചി വെളുത്തി തൊടുത്ത് സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. തന്നെ നീ വെളുത്തൊടുത്ത് സുന്ദരിയായിട്ടുണ്ട്. നട നട. മതി, ഇത് ഭയങ്കര വെയിറ്റ്. ചേച്ചി നീ വന്നോ? എടി ശിവേട്ടൻ ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ നീ എത്തിയില്ല എന്ന് പറഞ്ഞു വെച്ചേ ഉള്ളൂ. പിന്നെ ഭയങ്കര സ്നേഹമായിരുന്നെങ്കിലേ എന്നെ ആദ്യം വിളിക്കണമല്ലോ. അറ്റ്ലീസ്റ്റ് ആ ജംഗ്ഷൻ വരെയെങ്കിലും ഒന്ന് വരണ്ടേ? എടി അത് ശിവേട്ടൻ അത്യാവശ്യമായിട്ട് പുറത്ത് പോകേണ്ടി വന്നോണ്ടല്ലേ, അല്ലെങ്കിൽ വരൂലേ? പിന്നെ എങ്ങനെയുണ്ട് ഇപ്പം? നീ തന്നെ വന്ന് തൊട്ട് നോക്കുക. അപ്പോ ക്രിസ്മസ് അപ്പൂന്റെ വയറ് പോലെ ആയല്ലേ. സത്യം, ഒരു മീശ താടിക്കൊണ്ടുണ്ടെങ്കിൽ കറക്റ്റ് ക്രിസ്മസ് അപ്പൊ അല്ലേ ചേച്ചി? അവൾ ആരെങ്കിലും പറയുന്നത് ഏറ്റുപിടിക്കാനിരിക്കോ ഇവിടെ? നീ എന്താണ് ഈ പെട്ടിയും കൊണ്ടൊക്കെ നിക്കുന്നേ? നീ ഇതുവരെ താഴെ ഇറക്കിയില്ല ഇത്. ചേച്ചി പറയണ്ടേ? ഇവിടെ അയ്യോ അങ്ങോട്ട്. നീ അങ്ങോട്ട് നീങ്ങ്, എന്റെ മണ്ടക്കോട്ട് വെക്കാതെ. എന്തുവാടി ഇത്? അതെ, അമ്മ ലണ്ടനിൽ കിടന്ന് ഭയങ്കര ബഹളം. പൈങ്കിളി കണ്ടേ പറ്റുള്ളൂ, പൈങ്കിളിയുടെ വയറ് കാണണം, പൈങ്കിളി അങ്ങോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ. ലണ്ടനിലോട്ടോ? ലണ്ടനിലോട്ടല്ല, പിന്നെ തേങ്ങാപ്പട്ടണത്തിലോട്ട്. പ്രസവം അവിടെ വെച്ച് നടത്തണമെന്നാണ് അമ്മ പറയണം. പിന്നെ ഞാനും അച്ഛനും കൂടെ കൈയും കാലും പിടിച്ചിട്ടാണ് ഈ കാർബോർഡിൽ ഒതുക്കിയത്. താങ്ക്സ് എടി. ഇത് മൊത്തം പലഹാരങ്ങളാണല്ലേ? ഓ അത് കൈയിട്ട് ചീത്തയാക്കാതെ എല്ലാവർക്കും കഴിക്കേണ്ടല്ലേ? ചുമ്മാ ഇരി രണ്ടെണ്ണം കൂടെ. എന്ത് കഷ്ടം. ഇത് എവിടുന്ന് വാങ്ങിച്ചടി? ഇത് വാങ്ങിച്ചതാ, ഇത് ഉണ്ടാക്കിച്ചതാണ്. ആരെ കൊണ്ട് ഉണ്ടാക്കിച്ചു? നമ്മളെ വീടിന്റെ അപ്പുറത്തുള്ള അമ്മാള് മാമിയില്ലേ, ആ പുള്ളിക്കാരി കൊണ്ട് ഉണ്ടാക്കിച്ചു. പാവം, അവർക്ക് വയ്യാതിരിക്കുമല്ലോ ഇടി. അവര് വയ്യാതിരിക്കുക, പക്ഷെ ആവശ്യക്കാർക്കൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആണോ? സ്പെഷ്യലാണ് അമ്മാള് വൈറ്റ് പൊങ്കൽസ്. എന്ത്? അമ്മാള് വൈറ്റ് പൊങ്കൽസ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ. ഉണ്ടല്ലേ? എല്ലാം ഒറ്റയ്ക്ക് നിന്ന് തീർക്കാതെ ഇതുകൊണ്ട് അമ്മയുടെ കൈ കൊടുക്കുക. അമ്മ അത് വീതം വെച്ച് എല്ലാവർക്കും തരും. തരും. പിന്നെ അല്ലാതെ എല്ലാം കൂടെ ഒറ്റയ്ക്ക് അമ്മ തിന്നോ? പിന്നെ കൊണ്ടോ തരുമെന്ന് പറഞ്ഞില്ലേ? തീർക്കല്ലോട്ടെ രണ്ടെണ്ണം. അടി ഉണ്ടാക്കല്ലേ. അതിരിക്കട്ടെ, നീ പറ, നിന്റെ വിശേഷങ്ങളൊക്കെ പറ. എങ്ങനെയുണ്ട് നിന്റെ ജോലിയൊക്കെ? ഒന്നും പറയണ്ടേ ചേച്ചി, ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട് ഈ ഓണം കയറാൻ മൂലം നിന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നിനക്കറിയാം നിന്റെ നാട് ഒരു ഓണം കയറാൻ മൂലയാന്നല്ലേ? അങ്ങനെയല്ല, അങ്ങനെ തന്നെ പറ. എന്താ പ്രശ്നം? എന്താ ചേച്ചി? അവിടെയാണെങ്കിൽ ബ്ലൗസ് മാത്രമേ തയ്ക്കാൻ പറ്റുള്ളൂ. അത് തച്ച് വെച്ച് ഞാൻ മടുത്തു. പിന്നെ അതിന് കുറച്ചെങ്ങാനും ഡിസൈൻ കൂട്ടി കൊടുക്കാന്ന് പറഞ്ഞാൽ അപ്പ ഇങ്ങോട്ട് ചാടിക്കൊടിച്ചോണ്ട് വരും. ബ്ലൗസ് ഞാൻ വെട്ടി കണ്ടിച്ച് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞു. എടി അത് നീ വലിയ ഫാഷൻ ഡിസൈനർ ആയതൊന്നും അവർക്ക് അറിയത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. ശരിയാണ്, അവർക്കൊരു ചുക്കും ചുണ്ണാവും പറഞ്ഞോട്ടെ ഈ ഫാഷൻ ഡിസൈനെ പറ്റി. നീ തൽക്കാലം ഇപ്പൊ അവരെ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. മോള് പോയിട്ട് ഇതൊക്കെ മാറി ഫ്രഷ് ആയിട്ട് വല്ലതും പോയി കഴിക്കുക ചെല്ല്. അയ്യോ അത് ശരിയാണ്, ഞാൻ നാരങ്ങളും കലക്കി വയ്ക്കും അപ്പച്ചിന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ആണോ? ചെല്ല്. ഞാൻ ബാഗും തൂക്കി എവിടെ പോവാ? നിധി വല്ലതും ഉണ്ടോ അതിനകത്ത്? ഇല്ല. എന്നാ ഇവിടെ പോയി ഇവിടെ ഇരിക്കൂ. ഇല്ല, അത് നടക്കും. നീ വെച്ചിട്ട് പോടി. കുടുംബപരമായിട്ട് ഇവർക്ക് കിട്ടിയതാന്ന് തോന്നി. അഞ്ചു വീട്ട് എന്ത് കാര്യം? ഒന്ന് വീണ് എന്നാലാണ് കേറാൻ പറ്റത്തുള്ളൂ. അയ്യോ, 5 വീണാലൊന്നും കേറാനൊന്നും പറ്റൂല. ഇതാണ് നിന്റെ അടുത്ത് പറഞ്ഞാൽ കളിക്കരുതെന്ന്. കളി അറിഞ്ഞൂടെ? അവന് വലിയ ഡയലോഗ് അടിച്ചു. എടാ ആരാ ചെയ്തത്? ഇതാരാ ചെയ്തേ? ഇനി നീയാണ് അടുത്ത് കളിക്കേണ്ട കളി. ഇത് ഇത്ര ഉള്ളു കേട്ടാ, ഞാൻ കളിക്കട്ടെ. ആരാ ചെയ്തതെന്ന് പറഞ്ഞില്ല, ഞാൻ പാമ്പും കൊണ്ടിയൊക്കെ എടുത്ത് അയ്യത്തളയും. ഇതിപ്പോ ഞങ്ങളല്ല ചെയ്തത്. ഞങ്ങളല്ല ചെയ്തതെന്ന്. പിന്നെ നീ ആയിരിക്കും. പിന്നെ ആരാണ് ചെയ്തത്? നീ അല്ലേ എന്റെ റൂമിൽ കയറുന്ന സ്ഥിരം? നീ കളി
ശംഭു ചേട്ടനല്ല എന്തായാലും. പിന്നെ ആരാ ചെയ്തേന്ന് പറ. ഞാനാണെന്ന് അറിഞ്ഞ സംശയം വിശ്വസിക്കൂ? ആ വിശ്വസിക്കും. എന്നാ ഞാനല്ല. എന്നാ ഞാനല്ലേ? എന്നാ ആരാത് പറ. എടാ നീ സംസാരിച്ചോണ്ടിരിക്കാതെ കളിച്ച. ഞാൻ കളിച്ചെടുത്ത ശംഭു ചേട്ടൻ. ഒന്നെങ്കിൽ ആമി അല്ലെങ്കിൽ ശംഭു, ഇതിൽ ആരോ ഒരാളാണ്. എനിക്ക് ആരാന്ന് പറയാൻ എനിക്ക് അവരെ പൈസ മേടിക്കണം. ഇറ്റപ്പ ഞങ്ങളല്ല, ഞങ്ങള് ചിറ്റപ്പന്റെ റൂമിൽ പോലും കയറിയില്ല. പിന്നെ ആരാ ഇതെടുത്ത് ചെയ്തെന്ന് പറ. ചിറ്റപ്പ എത്ര പറഞ്ഞാലും ഞങ്ങളല്ല. അല്ലെങ്കിൽ ചിറ്റപ്പന്റെ പാനത്തിലടിക്കും. കളിക്കണ്ട കൊണ്ടുപോണെന്തിന് പറ. ഇത് ആരാന്ന് പറ. ചിറ്റപ്പ ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആരാടാ ഇത് ചെയ്തത്? നമ്മള് സുമേഷാമിന്റെ റൂമിൽ നമ്മൾ കേറിയിട്ടില്ല. ഇല്ല. സുമേഷാമിന്റെ പാന്റാണ്, നമ്മൾ കീറിയിട്ടും ഇല്ല. ആണോ? നിങ്ങൾ കീറിട്ടില്ല. അമ്മ അമ്മച്ചി. അച്ചമ്മ ഇവിടെ ഇല്ല. അച്ചമ്മ പുറത്തെങ്ങാണ്ടോ. ഇവിടെ ഇല്ല. 2000 രൂപയുടെ പാന്റാ. ലൂക്കോ മത്തായി ബ്രാൻഡ്. ലൂക്കോ മത്തായി? ആ എന്റെ പാന്റിന്റെ ബ്രാൻഡാണ്. ഇത് ആരാ ചെയ്തെന്ന് ഞാൻ കണ്ടുപിടിക്കുകയും ചെയ്യും. അവനെ മണിച്ചിട്ടായിട്ട് പൂട്ടുകയും ചെയ്യും. പൂട്ടണം. ആ പൂട്ടും. പൂട്ടണം. ആ കളിക്കണ്ട. അയ്യോ, ചിറ്റപ്പ അത് തന്നിട്ട് ഞങ്ങളല്ലെന്ന് പറഞ്ഞില്ലേ? കളി. ഇപ്പൊ എവിടെ ഇരുന്നേ? ഇങ്ങതാ എന്റെ ബ്ലാക്ക് ഇങ്ങതാ. പോയോ? ഞാൻ എന്താ നീ എന്തിനു ചിരിക്കുന്ന? നീയാണ് പിന്നെ കാത്തു ചേച്ചി പണി തുടങ്ങി. കാത്തു ചേച്ചിയല്ലേ അന്നൊരു ദിവസം ചിറ്റപ്പന്റെ പാന്റ് ഷർട്ടും കൂടെ വെട്ടി മറ്റേ ഡിസൈൻ ആക്കി വെച്ചിരുന്നത്. നല്ല ഡിസൈൻ ആക്കി വെച്ചത്. അപ്പൊ കാത്തു ചേച്ചിയാണല്ലേ? പാവോ. കളി തൽക്കാലം ചിറ്റപ്പനോട് പറയണ്ട. ഇത് പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്റേത് എവിടെ ഇരുന്നേ? ഒന്നുകൂടെ കളിച്ചാലോ? ഒന്നുകൂടെ കളിക്കാം. ആശേ, ഈ പഫ് സ്ലീവ്സ് ഒക്കെ ഇപ്പൊ ട്രെൻഡിങ് ആണെന്ന് തോന്നുന്നല്ലേ? ഞാൻ ഓർക്കുമായിരുന്നേ, ഞാനൊരു ബ്ലൗസ് തയ്ക്കാന്ന് പഫ് സ്ലീവ് ഒക്കെ വെച്ച്. അയ്യത് പിള്ളേരല്ലേ പഫ് സ്ലീവ് ഒക്കെ ഇടുന്നത്. വലിയ പ്രായമായിരുന്നപ്പം പഫ് സ്ലീവ് ഇട്ടിട്ട് ഞാൻ കണ്ടിട്ടില്ല അടുത്തൊന്നും. ആ നീ എന്നെ അങ്ങനെ കിളവിയൊന്നും ആക്കണ്ട. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അമ്മയ്ക്ക് ചെയ്യാലോ. അല്ല അങ്ങനെ കണ്ടിട്ടില്ല. നീയൊക്കെ തയ്ച്ചിട്ടോ പഫ് സ്ലീവ്സ് ഒക്കെ? എന്റെ അമ്മ അതും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ലേ. അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാലോ. ആ ഇതിന് ഉപ്പില്ലല്ലോ. അതിങ്ങനെ ഉപ്പില്ലെന്ന് അത് അമ്മയോട് പറഞ്ഞോ? അത് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് കണ്ടറിയാം. കണ്ടോ ഉപ്പില്ല, ഒട്ടും ഉപ്പില്ല. ഉപ്പിടാശേ, ഭയങ്കര എരിവും. അരക്കുന്നില്ല. എന്താടാ എന്തുവാടാ കണ്ടോ ഇതെന്താടാ? എന്റെ ഗ്ലൂക്കോ മത്തായുടെ 2000 രൂപയുടെ പാന്റാണ്. ഇതാ പിള്ളേർ കുത്തിക്കേറി. പിള്ളേരോ? ആ പുതിയ ഫാഷനാന്ന് പറയടാ. ചേട്ടത്തി കൂടെ ഒരു കൂട്ടിയില്ല. പിള്ളേരെ വിളിച്ചൊന്ന് സഹകരിച്ചാണ്. അതിന് പിള്ളേരെ ഇത് ചെയ്തത് നിന്നോടാ പറഞ്ഞേ? പിന്നെ അമ്മച്ചിയാണോ? ഞാനൊന്നുമല്ല. ഞാനായിരുന്നെ പണ്ടേ ഈ പാന്റൊക്കെ കത്തിച്ചു കളഞ്ഞേനെ. ഇത് എന്തൊരു കഷ്ടം. ഞാൻ ഇതിട്ടോണ്ട് എങ്ങനെ അമ്മച്ചി പുറത്തിറങ്ങുന്നത്? ഇത് നോക്കണം തലേക്കൊണ്ടത്തോണ്ട് എങ്ങനെ പുറത്തിറങ്ങും? ഇതൊക്കെ ചെയ്യാനേ ഇവിടെ ഒരാള് രംഗപ്രവേശം ചെയ്തിട്ടുണ്ട്. നീ അറിഞ്ഞില്ലേ? ആര്? നമ്മുടെ കാത്തു വന്നിട്ടുണ്ടാ. കുട്ടിബോധം വന്നോ? ആ എന്തൊരു കഷ്ടം നോക്കുമ്പോ ആ കാർത്തൂൺ എന്റെ പാന്റ് മാത്രമേ കിട്ടുള്ളൂ ഇങ്ങനെ വെട്ടിക്കീറാൻ. എടാ നീ അവളെ വഴക്കൊന്നും പറയാൻ പോലെ. അവള് പിങ്കിയുടെ വയറ് കാണാൻ വന്നതാ. ഇതിനകത്താണോ പിങ്കിയുടെ വയറ് കാണുന്നൊന്ന് പറഞ്ഞതാ. അവളെന്തോ ഫാഷൻ പരീക്ഷ നടത്തി. നീ ചിലപ്പോ ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് അവളത് പുതിയ മോഡൽ എന്തെങ്കിലും ആക്കി തരും. ആ ഒരു മോഡലും ആക്കണ്ട. എനിക്ക് ഇതിന് നഷ്ടപരിഹാരം വേണം. ആ മണ്ണുവാതി തരണം ഇത്. ശിവന്റെ കയ്യിൽ നീ മേടിക്കും. ഞാൻ മേടിച്ചോളാം. കാത്തോ നീ ആ പെങ്കൊച്ചിനോട് വഴക്കുണ്ടാക്കിക്കൊണ്ട് നടക്കും. പിന്നെ അല്ലാതെ അവന്റെ ഒരു സാധനം എടുത്ത് വെട്ടുന്ന സമയത്ത് അവനോട് ചോദിക്കണ്ടേ? അത് പിങ്കിയുടെ വേഷം എല്ലാം ടൈറ്റ് ആയി പോയില്ലേ? അതുകൊണ്ട് അപ്പൊ കാത്തു പറഞ്ഞു ഒരു ലൂസ് പാൻസ് ഡിസൈൻ ചെയ്ത് കൊടുക്കാമെന്ന്. എന്നാലും ഇത്ര വിലയുള്ള പാന്റ് എടുത്ത് വെട്ടിയിട്ടാണോ ലൂസ് പാന്റ് ഡിസൈൻ ചെയ്യുന്നത്? അത് ഞാൻ അവളോട് പറഞ്ഞത് ഞാൻ വേറെ വാങ്ങിച്ചു കൊടുത്തോളാം. ഞാൻ അത് ശരി. അവൻ അമ്മയ്ക്ക് ഇത് അറിയായിരുന്നല്ലേ? അത് പിന്നെ എനിക്ക് പറയാൻ പറ്റുമോ ഞാനിവിടെ കൂടിയിട്ട് ആ പാന്റ് കീറിയെന്ന്? എന്നിട്ടാണോ അമ്മ ഈ നഷ്ടപരിഹാരത്തിന്റെ കാര്യം അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അമ്മ ഇവിടെ കൊണ്ട് തുത്തൈ കളിച്ചത്? എങ്ങനെയുണ്ടടി എന്റെ അഭിനയം? പതിവ് പോലെ വളരെ മോശമായി. ഉപ്പിടാശേ. അമ്മ ഇത് ഉപ്പ് ചമ്മന്തി അല്ല, തേങ്ങാ ചമ്മന്തിയാ. എന്നാലും അതിന് ഉപ്പില്ല, ഉപ്പിട്. അരച്ചോളാം. അതിനെടുത്ത് മാറ്റി വെച്ചേ. ഞാൻ അങ്ങോട്ട് ഇട്ടതല്ലേ. അമ്മ പുറകിൽ നിന്ന് മുമ്പോട്ടാണോ അരക്കുന്നത്? സാരമില്ല, നീ കൈ കൊണ്ട് അങ്ങോട്ട് നീട്ടിയാ മതി. നീക്കിയാ മതി. എന്തൊരു ചൂടാണോ ചേച്ചി. ദാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഇതെന്താ വീട്? ഇത് മെറ്റാൻറ്റി ലെയർ. ഓ നിന്റെ ക്രിയേറ്റിവിറ്റി നീ ചെയ്തത്. ഇതിൽ നേരം നീ കടയിൽ നിന്ന് എനിക്കൊരു മാക്സ് വാങ്ങിച്ചോണ്ട് തരുന്നായിരുന്നു. ആ ഇതാണ് പറയണത് നിങ്ങൾക്ക് ഫാഷൻ സെൻസ് ഇല്ലാന്ന്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന തുക്കടോ കോട്ടൺ ഒന്നും അല്ല, കൈത്തറിയാണ്. കൈത്തറി. കൈത്തറിയാ? ഓ ഞാൻ സൂചി കൊണ്ട് തച്ചത്. സൂപ്പർ ആയിട്ടുണ്ട്. കൊള്ളൂലേ? നന്നായിട്ടുണ്ട്. ഇതൊക്കെ നിന്റെ ക്രിയേറ്റിവിറ്റി ആയിരിക്കും അല്ലേ? ഓ ഇതിന്റെ യൂസ് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലാവൂല, ഫീഡിങ് ടൈമിൽ മനസ്സിലാവും. ഓ ഇത് ഫീഡിങ് ടൈമിൽ ഇടാനുള്ള മെറ്റേണിറ്റി വെയർ. വാവ്. നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നോ? നീ വന്നത് ഞാൻ അറിഞ്ഞില്ലല്ലേ? അതറിയാത്ത റൂമിൽ കയറി പറഞ്ഞില്ലേ ഞാൻ വന്നത്? റൂമിൽ കയറി പറഞ്ഞടി, എനിക്ക് എല്ലാം മനസ്സിലായി. റൂമിൽ കയറിയപ്പം ഇത് കണ്ടോടിക്കളി, ഇത് കണ്ടോ? അയ്യോ എടാ നിന്റെ റൂമിൽ വീണ്ടും എലി കയറിയാ? എലിയേറിയൊന്നല്ല, ഇവളാണ് ഈ കുട്ടിപ്പുതം. അത് ഞാൻ ചെറുതായിട്ടൊന്ന് കത്രികയിൽ മുറിച്ചു നോക്കിയത്.
ചെറുതായിട്ട് കത്രികയുടെ മുറിച്ച് നോക്കിയതൊന്നും. എടി നീ കത്രി വെച്ച് മുറിക്കണമെങ്കിൽ നിന്റെ ആങ്ങളുടെ പാന്റ് ഷർട്ട് എടുത്ത് കത്രി വെച്ച് മുറിക്കണം. എന്റെ റൂമിനകത്ത് എന്റെ പാന്റ് എടുക്കുന്ന കാര്യമുണ്ടോ നിനക്ക്? ചേട്ടാ ഇത് എന്തോന്ന് കഷ്ടം ഇത്, ഒരു കോറ തുണിയല്ലേ? ഏത് കോർ തുണി? എടി നോക്കടി ഇത്. എടാ അത് നിന്റെ പഴയ പാൻറ്റല്ലേ, വിട്ടേക്ക്. എടി നീ ഇതിനകത്ത് ഇടപെടല് മര്യാദയ്ക്ക് നീ ഇത് ഒന്നെങ്കിൽ നീ ഇത് തച്ച് അല്ലെങ്കിൽ നീ ഇത് എനിക്ക് വേറെ മേടിച്ചാ തച്ച് തരണം, അത്രയല്ലേ ഉള്ളൂ. വേണ്ട, നീ പുതിയ പാന്റ് വേണം. ചേട്ടാ എന്ത് കഷ്ടം ഇത്. എടാ അവള് തയ്ച്ചു തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ നിനക്ക് എന്തിനാ എനിക്ക് പറ്റത്തില്ല കളി. നോക്കടി എന്റെ പാന്റ് എന്റെ അനുവാദം കയറി തച്ച് ഇത് കെട്ടി കയറിയിട്ട് എന്റെ പാന്റ് മേടിച്ചു. ശരി, നിനക്ക് പുതിയ പാന്റ് വേണം, അത്രയല്ലേ ഉള്ളൂ. പുതിയ പാന്റ് വാങ്ങിത്തരാ. നീ ഇതിനകത്ത് ഇടപെടണ്ട. ഇവിടെ തന്നെ മേടിച്ചു തരണം. ഒന്നെങ്കിൽ ഇവിടെ മേടിച്ചു തരണം, ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ആങ്ങളെ മേടിച്ചു തരണം. അതിങ്ങോട്ടേ ഈ ഓട്ടയില്ലേ, മനസ്സിലാവാത്ത രീതിയിൽ ഞാൻ തച്ചുതരാം. മനസ്സിലാവാത്ത രീതിയിൽ ഇതിട്ടാണ് എനിക്ക് പുറത്തിറങ്ങണ്ടേ? വേണ്ട, നിനക്ക് ബിനാലയ്ക്ക് പോവാതിട്ടുണ്ട്, സൂപ്പർ ആയിരിക്കും. എടി നിന്റെ പറഞ്ഞു ഇതിനകത്ത് ഇടപെടല്ലേ എന്ന്. എന്റെ പൊന്നു കോലേട്ടാ, നിങ്ങൾക്ക് ഈ ഫാഷൻ ഒന്ന് എന്റെ പൊന്നു വിളിച്ചാൽ ആ സുമേഷ് ഏട്ടാ, നിങ്ങൾക്ക് ഈ ഫാഷൻ നന്നായിട്ട് ചേരും. എന്ത് ഫാഷൻ? എല്ലാ ഫാഷനും. എടി നിനക്ക് ഫാഷനെ പറ്റി വല്ല പരിജ്ഞാനുണ്ടോ? ഓ എനിക്ക് പരിജ്ഞാനല്ലോ, നിങ്ങൾക്ക് ലോകവരില്ല, അതുകൊണ്ടാണ്. എടി നിനക്ക് ലോകമില്ലാത്തോണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത്. എനിക്ക് ലോകമില്ലെന്ന്. ഇത് കഷ്ടം ഇത്. എന്ത് കഷ്ടം ഇത്? എടി 2000 രൂപ ലൂക്കോമത്താന്റെ പാന്റ് മര്യാദ മേടിച്ചു. എടാ നാണം കണ്ടോളാ നിനക്ക്, കണ്ടവന്റെ പാൻറ്റല്ലേ വാങ്ങിച്ചിട്ടുണ്ട് നടക്കാൻ. ദൈവമേ, ബ്രാൻഡ് പോലും തിരിച്ചറിയാത്ത ഫാമിലി ആണല്ലോ. എടി അത് ഇന്ത്യൻ ബ്രാൻഡാണ്, ഇന്ത്യൻ ഇന്റർനാഷണൽ ബ്രാൻഡാണ് ലൂക്കോമത്തായി. ഇങ്ങനെ കിടന്ന് തിളക്കാതെ ഞാൻ തച്ചുതരാന്ന് പറഞ്ഞില്ല. നീ തച്ചാ നിന്റെ അങ്ങനെ പറഞ്ഞ് പുതിയ പാന്റ് മേടിച്ചു. സൗകര്യമില്ല എനിക്ക് ഒന്നെങ്കിൽ പാന്റ് അല്ലെങ്കിൽ ഇത് ചെയ്യണം. കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. നമ്മള് പോയില്ലേ നടക്കൂലേ? എവിടെ അകത്തൊന്നും സ്ഥലമില്ല, എവിടെ ഒന്നും ഉറങ്ങിപ്പോയാ അത് പോയി കിടക്കാൻ പോയി. കഴിച്ചു വാ കിളി. എന്താ എണീര അങ്ങോട്ട്. എണീര്. എന്തോന്നടിയത്? അയ്യോ എന്തുപറ്റി? എണീരടി. എന്തോ അയ്യോ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോ. എടി ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് വരാം. എടി ഓണരടി. എന്താടി? കിളിക്ക് തല ചുറ്റിട്ടേ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അയ്യോ കുഴപ്പമൊന്നുമില്ല. ഇപ്പം തല ചുറ്റെന്ന് പറഞ്ഞപ്പോ ശിവനും തോന്നും കൂടെ ഹോസ്പിറ്റലിൽ നമുക്ക് ഹോസ്പിറ്റൽ ബാഗ് ഒക്കെ എടുക്കാം. വാ. അളിയ എന്തെങ്കിലും കുഴപ്പമില്ല കാണോ അളിയ? എന്ത് കുഴപ്പമില്ലടാ, നീ ടെൻഷൻ അടിക്കാതെ. അല്ലല്ലേ ഈ ICU കൊണ്ടുപോകണ്ടാണ് അളിയത്? എടാ നീ അങ്ങനെ പേടിക്കണ്ട. നമ്മൾ ഡോക്ടർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് ഇപ്പൊ പറയും. എടാ പറയൂ. പിന്നെ പറയും, നീ ടെൻഷൻ അടിക്കും. എന്തായിരിക്കും പറ്റിയതാളെ? എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ ഒരുമിച്ചല്ല ഉണ്ടായിരുന്നേ. ഇനിയിപ്പം ഇരുന്നപ്പോഴാണ് തലറങ്ങി ഞാൻ വീണായിരിക്കും, അത്രേ കാണുള്ളൂ. അത്ര കാണുള്ളൂ അല്ലേ? ഓ കുഴപ്പമൊന്നുമില്ല. നീ എടാ ടെൻഷൻ അടിക്കാതെ. എന്താണ് എന്തോ പോലെ ഒരു ആശ വിളിക്കുന്നു. ഹലോ. ഇല്ല ഒരു കുഴപ്പമില്ല. ചെക്കപ്പ് നടന്നുകൊണ്ട്. ഇല്ല ഞാൻ വിളിക്കാന്ന്. ഇല്ല ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞില്ലേ, അവിടെ ഇങ്ങോട്ട് ആരും പറഞ്ഞ. ശരി. അപ്പച്ചി ടെൻഷൻ അടിക്കല്ലേ, അവര് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കാന്നല്ലേ പറഞ്ഞേ. ഇതുവരെ വിളിച്ചില്ലല്ലോ. വിളിക്കും. ആശേ വാ, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. വാ. അല്ല ഉത്തോണ്ടിപ്പോ വിളിച്ച് വെച്ചോളൂ, നമ്മളിപ്പോ അങ്ങോട്ട് ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. എടി അവൾക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല കുഴപ്പമൊന്നുമില്ല. അവർ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, എന്നിട്ട് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഇങ്ങനെയാ പെണ്ണ് വീണെന്നാ മനസ്സിലാവാതെ. അവള് വീണായിരുന്നോ? വീണെന്നല്ല, തല കറങ്ങിട്ട് ഇങ്ങനെ വീഴാൻ പോയി. അങ്ങനെ കസേരയിൽ ഇരുന്നപ്പോഴാണ് അവര് വന്ന് കണ്ട് കൊണ്ടുപോയത്. സത്യമാണോ ഈ പറയുന്നേ? പിന്നെ നീ കണ്ടില്ലായിരുന്നോടി?
ആ അത് ഞാനും ചേച്ചിയും കൂടെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സുമേഷ് ഏട്ടാ ആ വഴി വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ പാന്റിന്റെ പേരിൽ ചെറുതായിട്ടൊന്ന് ഉടക്കി. അപ്പൊ അവൾക്ക് വല്ല തലവർക്കം ഉണ്ടെന്ന് തോന്നിയായിരുന്നോ? അപ്പൊ കുഴപ്പമൊന്നുമില്ലായിരുന്നു, ഹെൽത്തി ആയിട്ടാ നിന്നേ. നീ ഒരു കാര്യം ചെയ്യോ, പോയ സുമയെ ഒന്ന് വിളിച്ചോണ്ടരോ. ഞാനും സുമയും കൂടെ പൊക്കോളാം. നിങ്ങൾ ആരും ഞാൻ പറഞ്ഞാൽ കേൾക്കുകയല്ല. നീ പോയി വിളിച്ചിട്ട് അമ്മ ഇപ്പൊ ഓടിപ്പാ ഞാൻ കൂടെ ചെന്നിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിയില്ലേ, ഞാൻ സുമയോട് പറയാൻ വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാൻ. അവൻ പോവോ? ആ പിന്നെന്താ. ആ അത് മതി. സുമേ അപ്പച്ചി എനിക്കൊരു സംശയം. ഇനി ചേച്ചി വല്ലതും കണ്ട് പേടിച്ചായിരിക്കൂ? അവൾ എന്ത് കണ്ട് പേടിക്കാനടി? അല്ല വല്ല ഭൂതോ പ്രേതോ അങ്ങനെ എന്തേലും? ഈ പട്ടാപ്പകലാണോ ഭൂതവും പ്രേതവും? ഒന്ന് പോവണ്ണേ. അപ്പച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും. ഈ മാസം കഴിഞ്ഞ പെണ്ണുങ്ങളെ മുറ്റത്തിറങ്ങി നിൽക്കാൻ പാടില്ലെന്ന് കേട്ടിട്ടില്ലേ? ഈ വേഷത്തിന്റെ കാര്യത്തിലുള്ളൂ നീ മോഡേൺ. നിന്റെ ചിന്താഗതി എല്ലാം പഴഞ്ചനാ അല്ലേ? ഓ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റൂ, അനുഭവം ഗുരു. എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ പെണ്ണെ, ഒന്ന് സമാധാനിച്ചോട്ടെ. സുമേ നീ ഈ ലോകത്തെങ്ങും അല്ലേ? എന്താ ഇവിടെ വന്നിരിക്കുന്നത്? എന്താടാ? എനിക്കെന്തോ ഒരു പേടിയോ? അയ്യോ പേടിക്കൊന്നും വേണ്ട. ഇപ്പൊ ഒരു വിളിച്ചായിരുന്നു, കുഴപ്പമൊന്നുമില്ല. അല്ല ശരിക്കും പേടിയാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ലടാ. എന്തായാലും ഹോസ്പിറ്റലിൽ ചെന്നല്ലോ. അതല്ല എന്റെ കൈയില്ലേ, ആ കൈ തട്ടിയോ കൈ തട്ടിയോ? തട്ടിയില്ലെന്നൊരു ഡൗട്ട്. അങ്ങനെ കൈ തട്ടിയോ ഒരാൾ ബോധം കിട്ടി വീഴുവോ? ഞാൻ അവളുടെ കാത്തുന്ന് പറയാൻ ഓടിയില്ലായിരുന്നു. പിന്നെ എനിക്കൊന്നും കിട്ടുന്നുമില്ല, മനസ്സിലൊന്നും ഓർമ്മയില്ല. നീ അവളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഇല്ല ഞാനും ചെയ്തിട്ടില്ല. അല്ലേ പറഞ്ഞേ ഇത് തട്ടിയൊരു വെറുതെ ഒന്ന് കൈ തട്ടിയാലൊന്നും ബോധം കിട്ടി വീട്ടില്ല. അവൾക്ക് വല്ല പ്രഷറോ ഡൗൺ ആവുകയോ എല്ലാം ചെയ്തായിരിക്കും. എന്നാലും ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല, അപ്പൊ എന്റെ കാരണം കൊണ്ടായിരിക്കുമല്ലോ മിക്കവാറും. അതുകൊണ്ട് നീ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ആലോചിച്ച് കൂട്ടണ്ട. ഇപ്പൊ ഉത്തണ്ണ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, നിനക്ക് ഇത്ര ടെൻഷൻ ആണെങ്കിൽ നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടോ. എനിക്ക് സമാധാനം കിട്ടുന്നില്ല. നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെടാ. ഒന്നുമില്ലെങ്കിലും ഡേറ്റ് എടുത്തിരിക്കുന്ന പെണ്ണല്ലേ, ചിലപ്പോൾ തലറിഞ്ഞ് ഇവിടെ ഹോസ്പിറ്റലിൽ പോയി ഡെലിവറി ഒക്കെ കഴിയുമായിരിക്കും. ഇപ്പൊ അത്രേ ഉള്ളൂ, ചെല്ല്. എന്തായാലും കുഴപ്പമൊന്നും കാണത്തില്ല. നിന്റെ സമാധാനത്തിന് നീ ഒന്ന് ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ കാണാം. അപ്പൊ ശരിയാവും. ബാ എനിക്ക് അവളോട് ചോദിക്കാലോ എന്താ പറ്റിയെന്ന്. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലോ? എന്റെ പൊന്നു മോനെ ഒരു കുഴപ്പമില്ല, നീ ഒന്ന് സമാധാനപ്പെട്. ഞാൻ പോയിട്ട് വരാം. ആ ചെല്ല്. ഫോൺ എടുത്തോണ്ട് പോണേ. ഫോൺ അവിടെ കണ്ട ചെന്നിട്ട് വിളിക്കും.